അമ്മയോടൊപ്പം 8-ാം ദിനം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കൊച്ചു കാര്യം ബ്ലെസ്ഡ് വെർജിൻ മേരി, ദ വുമൺ ഓഫ് പ്യൂരിറ്റി, ശുദ്ധതയുടെ സ്ത്രീയായ പരിശുദ്ധ കന്യകാമറിയം. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും: ഗബ്രിയേൽ ദൂതൻ കന്യകയുടെ അടുത്തേക്ക് അയക്കപ്പെട്ടു. പ്രിയം നിറഞ്ഞവരെ, അവൾ കന്യകയായിരുന്നു. അവളുടെ വിശുദ്ധി ശരീരത്തിന് മാത്രമായിരുന്നില്ല, അവളുടെ ഹൃദയത്തിൻ്റെ കൂടിയായിരുന്നു. ബാഹ്യമായത് മാത്രമായിരുന്നില്ല, അവളുടെ ആന്തരികതയുടെ കൂടിയായിരുന്നു. പ്രിയം നിറഞ്ഞവരെ, ശരീരത്തിന് മാത്രം വിശുദ്ധിയെക്കുറിച്ചല്ല, ആന്തരികമായ വിശുദ്ധി. പരിശുദ്ധ കന്യകാമറിയത്തെ നോക്കുക. അവളുടെ ശരീരം മാത്രമല്ല, മനസ്സും ആത്മാവും എല്ലാം വിശുദ്ധമായിരുന്നു, എല്ലാം ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടതായിരുന്നു. അവൾക്ക് വിഭജിക്കപ്പെടാത്ത ഒരു ഹൃദയമുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശാരീരികവും മാനസികവും ആത്മീയവും വിശുദ്ധി എന്ന് പറഞ്ഞാൽ വിഭജിക്കപ്പെടാത്ത ഒരു ഹൃദയം ദൈവത്തിനായി മാറ്റിവെക്കുക എന്നാണ്. ബാഹ്യമായ ഒന്നിനും വേണ്ടിയല്ല, മറ്റു നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, ദൈവത്തിനായി വിഭജിക്കപ്പെടാത്ത ഒരു ഹൃദയം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമൊക്കെ ശുദ്ധത കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.